അക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ കേറ്ററ്റിൻ്റെ റിസൾട്ടിന് ഇങ്ങനെ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് അല്ലേ. ഇപ്പോൾ പ്രൊവിഷണൽ ആൻസർക്ക് വന്നു. നമുക്കറിയാം ഫെബ്രുവരി ലാസ്റ്റോടുകൂടിയാണ് കേറ്ററ്റിൻ്റെ ലാസ്റ്റ് എക്സാം നടന്നിട്ടുള്ളത്. അതിനുശേഷം മാർച്ച് ഫസ്റ്റോടുകൂടി എന്ത് ചെയ്തു, അതിൻ്റെ പ്രൊവിഷണൽ ആൻസർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് കുട്ടികൾ നമുക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്. റിസൾട്ടിൻ്റെ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടോ, ഉടനെ വരുമോ, ഇനിയും വൈകുമോ എന്നൊക്കെ ചോദിച്ചോട്ട്. കൂടുതലും പ്രത്യേകിച്ച് ഈ 1-2 മാർക്കിനൊക്കെ നിൽക്കുന്നവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. കാരണം ഇത് ജയിച്ചോന്നും അറിയില്ല, തോറ്റോന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് നയിക്കും. മറ്റേത് മാർക്ക് കൂടുതലുള്ളവർക്ക് ഓക്കെ അവൻ ജയിച്ചു എന്നുള്ളൊരു ഉറപ്പായിരിക്കും. പക്ഷേ ഈ ഒരു ബോർഡർ ലൈനിലേക്ക് നിൽക്കുന്നവർക്ക് ഭയങ്കര ഒരു ടെൻഷനായിരിക്കും. ഒത്തിരി പിള്ളേർ നല്ല മാർക്ക് സ്കോർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യേണ്ടതായിട്ട് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വരുന്ന റിസൾട്ട് അല്ല, ഇപ്പോൾ ആദ്യമായിട്ട് എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി പറയുന്നത് ഇനി ഇതിലൊരു ഫൈനൽ ആൻസർ കീ വരാനുണ്ട്. കാരണം പ്രൊവിഷണൽ ആൻസർ കീക്ക് നമുക്കറിയാം, നോക്കുമ്പോൾ തന്നെ പല ഇതിനകത്തും എന്തുണ്ട് മിസ്റ്റേക്കുകളുണ്ട് അല്ലേ. അപ്പോൾ ആ മിസ്റ്റേക്കുകൾ കുട്ടികൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പറഞ്ഞു കുട്ടികൾ അറിയുന്നത് തെറ്റല്ല, ഈ ആൻസർ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ അവർ ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ തന്നെ അവർ ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. സോ അപ്പം അതിന് നമ്മളിത് ചലഞ്ച് ചെയ്യാനുള്ള ഒരു അവസരവും പരീക്ഷാഭവൻ നമുക്ക് തന്നിട്ടുണ്ട്. വിത്ത് പ്രൂഫ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചലഞ്ച് സാധാരണ നിലയ്ക്ക് നമുക്കൊരു പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 2 വീക്സ് 3 വീക്സിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഫൈനൽ ആൻസർ കീ വരാറുണ്ട്. ഈ ഫൈനൽ ആൻസർ കീ അല്ലെങ്കിൽ റെക്ടിഫൈഡ് ആൻസർ കീ വന്നാൽ അധികം വൈകാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റിസൾട്ടും വരാറുണ്ട്. സാധാരണ പ്രൊവിഷണൽ ആൻസർ കീക്ക് ഈ ഒരു നമുക്ക് അല്ലെങ്കിൽ മിസ്റ്റേക്ക് തിരുത്താനുള്ള ഒരു കാലയളവ് കുറച്ചൊരു ടൈം അവിടെ വരാറുണ്ട്. അത് 2 വീക്സോ അല്ലെങ്കിൽ 3 വീക്സോ ഒക്കെ എടുക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും അത്രത്തോളം എടുക്കാറുണ്ട്. പിന്നെ പരീക്ഷാഭവൻ തന്നെ പറയുന്നുണ്ട്, ഒരു 60 ദിവസത്തിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത് എന്ന് പരീക്ഷാഭവൻ്റെ നോട്ടിഫിക്കേഷനിൽ തന്നെ അവർ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെയൊക്കെ ഒരു ഡിലേ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും റെക്ടിഫൈഡ് ആൻസർ കീ അധികം വൈകാതെ തന്നെ വരുമെന്നും അതിൻ്റെ റിസൾട്ടും ഉടനെ ഉണ്ടാകുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. നമുക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷനാണ് കിട്ടിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇതുപോലെ 1 മാർക്ക് 2 മാർക്കിനൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു പ്രൊവിഷണൽ ആൻസർ കീ വന്നു, ഇനി ഒരു ഫൈനൽ ആൻസർ കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫൈനൽ ആൻസർ കീ കൂടി വന്നാലാണ് അവർക്കൊരു കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ചോദ്യങ്ങൾ എന്ത് ചെയ്യും, അവർ ഡിലീറ്റ് ചെയ്യും, ക്യാൻസൽ ചെയ്യും. ചിലത് എന്ത് ചെയ്യും, ഓപ്ഷൻ തെറ്റിയിട്ടുള്ളതാണ് കൊടുത്തിട്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കും. കൃത്യമായിട്ടുള്ള പ്രൂഫോട് കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ എന്ത് ചെയ്യുക, സാധാരണ തിരുത്താറുണ്ട്. ഓപ്ഷൻ മാറി ഈ 1 മാർക്ക് 2 മാർക്ക് പോകുമോ എന്നുള്ളൊരു ഭയപ്പാട് കൺഫ്യൂഷനും ഉണ്ട് അല്ലേ, സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു റിസൾട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അധികം വൈകാതെ തന്നെ നമുക്കതിൻ്റെ ഫൈനൽ ആൻസർ കീയും റിസൾട്ടും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ മാർക്ക് കൂടി നമ്മൾ അറിയിക്കുക കേട്ടോ. ഇനിയിപ്പോൾ തീരെ പാസ്സാകില്ല എന്ന് ഉറപ്പുള്ള ആളുകൾ, കാരണം അടുത്തിനി നമുക്കറിയാം ഒരു LP UP ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ അടുത്തൊരു PSC ടീച്ചിങ് PSC ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. കാരണം ഇപ്പോൾ സർവീസിലുള്ളവർക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നു. ഏകദേശം അവരുടെ മെയ് അവരുടെ എക്സാം നടക്കാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് ജനറൽ ആയിട്ടുള്ളവരുടെ നോട്ടിഫിക്കേഷൻ നമുക്കൊരു ജൂലൈ ആ ടൈമിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇതുവരെയുള്ള സംഭവം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പ്രതീക്ഷിക്കും. ജൂണിൽ വരെയെങ്കിൽ തന്നെ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമുകൾ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ പിറ്റത്തെ ആഴ്ച 2 വീക്സോ അതിൻ്റെ ഉള്ളിൽ ആയിരിക്കും എക്സാം നടക്കുന്നത്. ഇതുവരെയുള്ളത് വെച്ച് നോക്കുമ്പോൾ എന്തായിരുന്നാലും നമുക്കൊരു 1.5 മാസം അത്രത്തോളം ഗ്യാപ്പുകൾ സാധാരണ വരാറുണ്ട് നോട്ടിഫിക്കേഷന് ശേഷം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയൊരു കേറ്ററ്റിന് വേണ്ടി പരിശ്രമിക്കണം, അല്ലെങ്കിൽ ഇനിയുള്ള LP UP എഴുതാൻ വേണ്ടി, ഇനിയുള്ള ടീച്ചിങ് PSC എഴുതാൻ വേണ്ടിയൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായിട്ടുള്ള കേറ്ററ്റ് പരീക്ഷയാണ്. കാരണം ഇപ്പോൾ സർവീസിലുള്ളവർക്കാണ്, ജോലി കയറ്റിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള എക്സാമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, അടുത്ത് നടക്കാൻ വേണ്ടി അവരുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു സർവീസിലേക്ക് കയറണമെങ്കിൽ, ഒരു ഗവൺമെൻറ് സർവീസിൽ ഗവൺമെൻറ് ടീച്ചറായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു കേറ്ററ്റ് എന്താണ്, തീർച്ചയായിട്ടും അവർ നേടിയേ പറ്റൂ. കാരണം അത് ഞാൻ പറയില്ല, LP UP ഒക്കെ നമുക്കിനി പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ ഇപ്പോൾ ലാംഗ്വേജസ് ആയിരുന്നാലും മുമ്പത്തെ പോലെയല്ല, PSC എല്ലാം കുറച്ചും സ്പീഡായിട്ട് കാര്യങ്ങൾ നടത്തുന്നുണ്ട് അല്ലേ. മുമ്പ് നിലവിൽ ലിസ്റ്റ് തീർന്ന് അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇപ്പോൾ ഈ അടുത്ത് വെച്ചിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്,
പലതും ലിസ്റ്റ് ഉള്ളതൊക്കെ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അടുത്ത് വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പലതിലും എന്താണ് ലിസ്റ്റ് ഉള്ളപ്പോൾ തന്നെയാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. കാരണം ആ ലിസ്റ്റ് തീരാൻ ഒരു 1 ഇയർ ഒക്കെയുള്ള വാലിഡിറ്റി ഉള്ള സമയത്താണ് അടുത്ത നോട്ടിഫിക്കേഷൻ വന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റ് തീരുമ്പോഴത്തേക്കും പുതിയൊരു ലിസ്റ്റ് വരുന്നതിന് വേണ്ടി. അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തേക്കുള്ള ലാംഗ്വേജസിൻ്റെയൊക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുള്ളത്. അപ്പം അതുകൊണ്ട് അടുത്തൊരു കേട്ടിട്ടുള്ളവർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരുന്ന PSC പരീക്ഷകളൊക്കെ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം തുടങ്ങുക. ഒരിക്കലും നിങ്ങൾ 1 മാസമോ 2 മാസമോ ഒക്കെ ഇരുന്നാൽ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ പരീക്ഷയുടെ 1 മാസം മുമ്പ് പഠിച്ചാൽ തീർക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള ചിന്താഗതി ആദ്യം നിങ്ങൾ മാറ്റുക. കാരണം ഇപ്പോൾ ഒരു വീട്ടമ്മയാണ്, അതല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണ് ആണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് പഠിക്കാനുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിന് സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് അറിയാം, അക്ലോറയിൽ കേട്ടിട്ടിൻ്റെ എന്താണ് പല ബാച്ച് നടക്കുന്നുണ്ട്. ലാംഗ്വേജസിൻ്റെ ആയിരുന്നാലും K1, K2, K3 അതുപോലെ തന്നെ ഒക്കെ നടക്കുന്നുണ്ട്. ഡ്രോയിങ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഉറുദു ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ അടുത്തൊരു എക്സാം ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോയിൻ ചെയ്ത് പഠിക്കണം, ഓൺലൈനിൽ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ കിട്ടാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ളൊരിതുണ്ടെങ്കിൽ പോലും നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക, അതാണ് പറയാനുള്ളത് കേട്ടോ. നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠനം ആരംഭിക്കുക. ഓക്കെ, അതല്ല ഓൺലൈനിൽ നിങ്ങൾ പഠിക്കണം, നിങ്ങൾക്കൊരു അതിൻ്റെ ക്ലാസ്സസും ഇതേപോലെ തന്നെ അതിൻ്റെ നോട്ട്സ് സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബാച്ചുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് വീക്കോടെ പുതിയ ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീൻ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായിരുന്നാലും കേട്ടതിൻ്റെ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.